ഓരോരുത്തരെ കുളി നടക്കുന്നുണ്ട്. കുളിച്ചവർ പറമ്പിലോട്ടൊക്കെ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പൊന്നും മിന്നും അമ്മണിയും എല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. പണി ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ടുള്ള ചീര നമുക്ക് ആദ്യം വിളവെടുക്കാം. മുളകൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടു. എൻ്റെ ക്യാബേജും ഇപ്പം നന്നായിട്ട് നല്ല പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരസ്പര സ്നേഹം, വിശ്വാസം, സഹകരണം, ക്ഷമ ഇതൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം നൊയമ്പൊക്കെ നടക്കുകയാണ്. ഇപ്പം 50 ദിവസത്തെ നൊയമ്പ്, ഈസ്റ്ററിൻ്റെ നൊയമ്പ് നടക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ നോയമ്പുകൾ നടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോമ്പ് നോക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്ത് നമ്മുടെ സമയമൊക്കെ വെറുതെ പാഴാക്കി കളയാതെ കുറച്ച് നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചിലവഴിക്കുക. പിന്നെ നമുക്കാവുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ സമയത്ത് ഈ ചൂട് കാലത്ത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ളതായ പച്ചക്കറി കൃഷികളൊക്കെ നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ ഈ നോമ്പ് സമയത്തൊക്കെ നമുക്ക് ഇറച്ചി മീനൊക്കെ വർജിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ട് അതിൽ നിന്നൊക്കെ വിളവെടുത്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നതായ എൻ്റെ ഓരോ കൃഷികളൊക്കെയാണ് ഇതിനകത്തൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും കാണാം, നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങളാണ്. അപ്പോൾ എന്നെ കൊണ്ട് മാത്രം ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പം മുറ്റം തൂക്കാൻ തന്നെ ഉണ്ട് ഒരു ചുമട്, 4 വശം തൂത്ത് വരുമ്പം തന്നെ കുഴയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പച്ചാനും എൻ്റെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അതുതന്നെ കൊച്ചുങ്ങൾ വരുമ്പോൾ അവരും നമ്മളോടൊപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരോടും ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു പ്രവൃത്തിയും നല്ല രീതിയിൽ നമുക്ക് വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം രാവിലത്തെ നമ്മുടെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ മാത്രമല്ലല്ലോ ഇവിടെ കുറേ വീരപ്പന്മാരൊക്കെ ഉണ്ട്. ആട്, നമ്മുടെ ബ്രൂണോ, ബ്രൗണി, കോഴികൾ, അതുപോലെ തന്നെ മുയൽ, ഇവരെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അവരുടെ രാവിലത്തെ ഉള്ള ആഹാരവും അവരുടെ കുളിയും എല്ലാം കഴിഞ്ഞിട്ട് അവരെ ഒരിടത്ത് ആക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല കൃഷി വീഡിയോസും അതുപോലെ തന്നെ പാചകവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളുടെ ഗ്രോ-ബാഗുകളൊക്കെ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. രാവിലെ ഇവിടെ ഓരോരുത്തരെ കുളി നടക്കുന്നുണ്ട്. കുളിച്ചവർ പറമ്പിലോട്ടൊക്കെ പോയി നിൽക്കുന്നുണ്ട്. അമ്മണിയും പരിവാരങ്ങളൊക്കെ കുളിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രൂണോ അടങ്ങി നിൽക്കുന്നുണ്ട്, ചൂടിൻ്റെ കൂടുതലുണ്ടായിരിക്കാം. ബ്രൂണോ കൊള്ളാമോ കുളിച്ചിട്ട്? പോവാന്നോ? ഒരാൾ കുളിച്ചിട്ട് എൻ്റെ ശരീരമൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൗണി അങ്ങനെയുണ്ട് കുളിച്ചിട്ട്? അവനിങ്ങനെ അവൻ്റെ ശരീരം ഉണക്കുന്ന തിരക്കിൽ നിൽക്കുക. പപ്പയൊന്ന് കുളിപ്പിച്ചേ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്ട് നമ്മുടെ ബ്രൂണോയും ശരീരമൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുന്നു. ബ്രൂണോ ചക്കര കുളിച്ചോ? സോപ്പൊന്നും തേക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. സോപ്പൊന്നും വേണ്ട അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ പൊന്നും മിന്നും അമ്മണിയും എല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. ചൂടൊക്കെ ആയതിൻ്റെ ശരിക്കും അറിയാനുണ്ട്. പറമ്പിലൊക്കെ എല്ലാം നമ്മുടെ പുല്ലെല്ലാം കരിഞ്ഞുണങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട്. അവർക്കിപ്പം തീറ്റയും കുറവാണ് കണ്ടില്ലേ. മറ്റേത് പറമ്പിലോട്ട് ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ പുല്ലുകളായിരുന്നു. അവരും കുളിച്ച് സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുക. പ്ലാവിൻ്റെ താഴെയുള്ള ഇലയെല്ലാം തീർത്തു. കോഴികളെല്ലാവരും ആഹാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. തീറ്റ കഴിക്കാനായിട്ട് പ്രാവുകളെല്ലാവരും കൂടിയിട്ടുണ്ട്. എല്ലാവരും പലയിടത്തായിട്ടിരിക്കുക. വെള്ളയൊക്കെ തോട്ട് കയറിപ്പോയി പേടിച്ചിട്ട്. മുട്ടയിട്ട് ഇവിടെ ഇട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. താഴെ ഒരുത്തി നിന്ന് മണങ്ങുന്നുണ്ട് ഒരു സുന്ദരിക്കുട്ടി. അതിനകത്തും ഉണ്ട് 2 പേര്. 2 പേരേ ഉള്ളൂ അതിനകത്ത്, ലവ് ബേഡ്സ്. മുയൽക്കുട്ടൻ തണ്ട കാത്തിരിക്കുന്നുണ്ടോ? ഒരുത്തി എന്തിയേ? ഒരാളെന്തിയേ? ഒരാളെന്തിയെന്ന്? ഹണി എന്തിയേ? എവിടെ പോവാ? പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഹണി ബണി
ഞാൻ ഇത്രയും പണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അച്ഛൻ കണ്ടത് ഇവിടെ ഗാർഡനിൽ ചെടികൾക്കെല്ലാം വെള്ളമൊക്കെ വെറ്റിക്കൊള്ളും. അപ്പോൾ നമ്മളെല്ലാവരോടും ഒരുമിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജോലിയൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയൊക്കെ ഇത്ര കുറയുകയുള്ളൂ. ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അച്ഛൻ അവിടെ വെള്ളമൊക്കെ ഒഴിക്കുന്ന നേരവും അതുപോലെ നമ്മുടെ കൊച്ചുങ്ങളെയൊക്കെ കുളിപ്പിച്ചപ്പോഴത്തേക്ക് ഞാനാണ്ട് ഇവിടെ കുറച്ച് കൂവ ഇടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മിക്സിയിലൊന്ന് അടിച്ച് അതിൻ്റെ നീറൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പം നേരം വെളുത്താൽ ഇങ്ങനെ ഓരോ ജോലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കിച്ചണിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് അമ്മയൊന്ന് കാണാൻ പോകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പോകാനായി തയ്യാറായി ഇരിക്കുന്ന നമ്മുടെ വിത്ത് പാക്കറ്റുകളാണിത് കേട്ടോ. ഇന്നത് ഇവിടുന്ന് പോകും. ഇന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അധികം ആൾക്കാരും കൃഷിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കും ഇതേപോലെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിത്തുകളുടെ ഗ്രോ ബാഗുകൾ വേണമെന്നുണ്ടെങ്കിൽ www.minislivestock.com വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ വിത്തുകളും ഗ്രോ ബാഗുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ആദ്യത്തെ ചീരനടിയിലൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് അത്യാവശ്യം വിളവെടുപ്പ് ഒക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തേക്കുള്ളതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ പാകി വെച്ചിരിക്കുന്നതായ മറ്റുള്ള നമ്മുടെ വിത്തുകളൊക്കെ നമ്മളിട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യം വരുന്ന വിത്തുകൾ ഞാനൊന്ന് സാമ്പിൾ നടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിളിച്ച് നീക്കുന്നതും ഒക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് അപ്പോൾ പറമ്പിലൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ ഷോർട്ടേജ് കൊണ്ട് ഒക്കെ നമുക്ക് പറമ്പിൽ എത്ര വെള്ളം ഒഴിച്ചാലും നമുക്കത് പറ്റുന്നില്ല. അപ്പം ഈ സമയത്ത് നമ്മൾ ഗ്രോ ബാഗിനകത്തോ ചട്ടിയിലോ ചാക്കിനകത്തോ ഒക്കെ നടാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതിനകത്ത് തന്നെ നിന്നിട്ട് അത് ചെടിക്ക് പ്രയോജനപ്പെടും. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ടുള്ള ചീര നമുക്ക് ആദ്യം വിളവെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഗ്രോ ബാഗിനകത്ത് 4-5 എണ്ണം വീതം നമ്മൾ നട്ടുപിടിപ്പിക്കുക. അതിൽ വലുതാവുന്ന നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ചെറുതെല്ലാം വളർന്ന് വരും. അതെല്ലാം പിഴുത് മാറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തൈകളൊക്കെ ആയി നിൽപ്പുണ്ട്. അതിനകത്തോട്ട് നടാം. അതെല്ലാം നമ്മുടെ റെഡ് ചീരയാണ്. ഇവിടെയൊക്കെ വലുതായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ ആളിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്താൽ മതി. ഇതാണ്ട് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇച്ചിരി തേങ്ങയും ഉള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ധാരാളം. പിന്നെ ഞാൻ പാകി വെച്ചേക്കുന്നതൊക്കെ ഒന്ന് കാണാം. ഇവിടെ എല്ലാം നമ്മൾ പാൽച്ചീര, സുന്ദരി ചീര, അതുപോലെ റെഡ് ചീര, ചെമ്പട്ട ചീര, മയിൽപ്പീരി ചീരയൊക്കെ നട്ടിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ദാണ്ട് ഞാൻ സുന്ദരി ചീരയാണ് നട്ടിരിക്കുന്നത്. കണ്ടോ, നല്ല സുന്ദരി കുട്ടികളായിട്ട് ദണ്ടോ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. ഞാൻ ഒരു മുളക് തൈ നട്ടിരുന്ന ചട്ടിക്കകത്ത് തന്നെയാണ് സുന്ദരി ചീര നട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം നമ്മളിപ്പം ബാഗ് പാത്രമൊന്നും എടുക്കണമെന്നില്ല. ഏതെങ്കിലും നട്ടേക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നട്ടിട്ട് ഇതങ്ങ് പറിച്ച് മാറ്റുമല്ലോ നമ്മൾ. ഇതെല്ലാം നമ്മളിനി വളരുന്നതിനനുസരിച്ച് പറിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കും. വേറെ ഗ്രോ ബാഗിനകത്ത് നമ്മളിത് നടും. അപ്പോൾ എല്ലാം നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. ചിലർ പറയും ചീര നട്ടാൽ പിന്നെ തളർന്ന് വീണ് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെന്ത് വേണമെന്നറിയാമോ, നൈസായിട്ട് ചാണകവെള്ളം അങ്ങോട്ട് തളിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല തഴച്ചങ്ങ് നിന്നോളും. അപ്പോൾ ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കതിനെ പറിച്ച് നടാം. ഞാനൊരു 10 ഗ്രോ ബാഗിനകത്ത് സുന്ദരി ചീര ഇപ്പം നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങോട്ട് നട്ടതേ ഉള്ളൂ അത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ കണ്ട പാൽച്ചീര കുട്ടികളാണ് കേട്ടോ. പാൽച്ചീര അതിനകത്ത് റെഡ് ചീരയൊക്കെ നിൽപ്പുണ്ട്. പാൽച്ചീര അതിൻ്റെ തണ്ടാണെങ്കിൽ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് നിൽക്കും. അപ്പോൾ അതിനകത്തും കുറേ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. ഇനി അതിനെയും പറിച്ച് നടാനായിട്ട് പരുവായിട്ട് നിൽക്കുക. ഇതിനകത്ത് മുളക് തൈ നട്ടേക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ തക്കാളിയുടെ വിത്ത് ഇട്ട് കൊടുത്തിട്ട് തക്കാളിയും അപ്പോൾ നമ്മൾ പറിച്ച് മാറ്റി നടുമ്പോഴത്തേക്ക് നമ്മുടെ മുളകും നേരെ ആയിക്കോളും. നമുക്ക് തക്കാളി വിത്തുകൾ നല്ല പരുവായിട്ട് കിട്ടും. ഇതിപ്പം കിളിക്ക് കൊടുത്ത തീറ്റ ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് ധാന്യം പിന്നെ അവിടെ ഇരുന്നത് ഞാനിങ്ങനെ കൊണ്ടിട്ടപ്പോൾ അത് കിളിച്ച് വരുന്നതാണ്. ഇത് കുറ്റിക്കുരുമുളകിൻ്റെ ചട്ടിക്കകത്ത് പിന്നെ ഇത് പാലച്ചീര വിത്തിരുന്നത് പാകി വെച്ചതാണ്. അപ്പോൾ അതും നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ വിത്തുകളൊക്കെ വരുമ്പോഴും നമ്മൾ സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ നട്ട് നോക്കുന്നതാണ്. അത് നല്ലതുപോലെ കിളിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ സ്വല്പം ചാണകം എടുത്തിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീരയ്ക്ക് എപ്പോഴും ചാണകവെള്ളം നല്ലതാണ്. ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല തഴപ്പോടുകൂടി വളർന്നു വരും. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ കുറ്റിക്കുരുമുളകും അതിനകത്ത് മുളകൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ 1-2 ഉപകാരമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ചട്ടിക്കകത്ത് റോയൽ ബ്ലാക്ക് മുളക് കിളിച്ച് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത ചെടികളും കൂടെ ഒക്കെ കിളിച്ച് വരും കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കളഞ്ഞേക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെറുതായിട്ട് ഏതൊരു വിത്ത് നടുമ്പോഴും അത് കിളിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ
ചെറുതായിട്ടൊന്ന് ചാണകവെള്ളം തളിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ അവർ ആരോഗ്യത്തോടുകൂടി വളർന്നു വന്നോളും. ഇത് സിറാം മുളകിൻ്റെ വിത്തുകൾ പാകി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഒരു 5-6 ഇല പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കതിനെ പറിച്ച് മാറ്റി നടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പാകി വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും നല്ലതുപോലെ മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് അതെല്ലാം വെള്ളം കോരി ഒഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഇവിടെ 2 ഗ്രോ ബാഗിനകത്ത് ഓരോ ചീരകൾ നട്ടിരിക്കുകയാണ്. ഇവിടെ അതിനകത്ത് ഞാൻ പേരെഴുതുന്നുണ്ട്, മാറിപ്പോകാതിരിക്കാനായിട്ട് സിന്ദൂര ചീര. ഇത് സിന്ദൂര ചീരയാണ് നട്ടിരിക്കുന്നത്, പള്ളിച്ചാൽ സിന്ദൂര ചീര. അപ്പം നമ്മുടെ ആയിരിക്കുന്ന നമ്മുടെ സുന്ദരിയും നമ്മുടെ പാൽച്ചീരയൊക്കെ വളർന്ന് പറിച്ച് നടുമ്പോഴത്തേക്ക് ഇത് പറിച്ച് നടാറായി വരും. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പേരെഴുതിയിട്ടുണ്ട്, വ്ളാത്താങ്കര ചീരയാണ്. അതും നല്ലതുപോലെ ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം കിളിച്ച് വരുന്നുണ്ട്. നമ്മൾ വിത്തുകൾ കിട്ടുമ്പോൾ എല്ലാം കൂടെ നമ്മൾ പാകി വെക്കണമെന്നില്ല, കുറേശ്ശെ എടുത്തിട്ട് കിളിപ്പിക്കാന്നുണ്ടെങ്കിൽ തൈകൾ ഒരുപാട് നഷ്ടപ്പെടാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് സാമ്പാർ അമരയുടെ വിത്തുകൾ പാകി വെച്ചിരിക്കുന്ന കേട്ടോ. ഇതിപ്പം പറിച്ച് നടാനായിട്ട് പരുവായി നിൽക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. ഇത്രയൊക്കെ പരുവാകുമ്പോഴാണ് നമ്മളത് പറിച്ച് നടേണ്ടത്. ഇവിടെ കുറച്ച് ഗ്രോ ബാഗ് ഞാൻ 1-2 എണ്ണം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇതൊന്ന് പറിച്ച് നടാം. നമ്മുടെ പയറിൻ്റെ ലെസൺ 2-ൽ നമ്മൾ ഗ്രോ ബാഗ് ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രോ ബാഗ് പരിചയപ്പെടുത്തിയപ്പോൾ ഞാനതിനകത്ത് നമ്മുടെ പീച്ചിലായിരുന്നു നട്ടിരുന്നത്. അപ്പോൾ ആ പീച്ചിലൊക്കെ കണ്ട ഈ 3 ഗ്രോ ബാഗിനകത്തും വളർന്നു വരുന്നുണ്ട്. അപ്പം ഈ ഗ്രോ ബാഗൊക്കെ ഇപ്പം നല്ലതുപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നുണ്ട്. നല്ല ഗ്രോ ബാഗാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എടുത്ത് എറിഞ്ഞാലും ഈ ഗ്രോ ബാഗിനൊന്നും ഒന്നും സംഭവിക്കത്തില്ല. കുറേ കാലം ഇതിനകത്ത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന മിക്കതും ഇപ്പോൾ നമ്മുടെ ഈ ഡാർക്ക് ഗ്രീൻ ഗ്രോ ബാഗിനകത്താണ് ചീരയൊക്കെ നല്ലതുപോലെ വളർന്നു വരുന്നത്. എല്ലാം അതിനകത്ത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. എത്ര വയ്യ എന്ന് പറഞ്ഞിരിക്കുന്നവർക്കാണെങ്കിൽ പോലും എന്തായാലും ഒരു ചീര എങ്ങനെ നടാനായിട്ടുള്ള ആരോഗ്യമൊക്കെ എന്തായാലും കാണും. ഇപ്പോൾ ഒരു ചീര നടുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പഴയ ഗ്രോ ബാഗിനകത്തോട്ട് ഒന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഓരോ പിഞ്ച് ചീരയുടെ വിത്തുകൾ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. പ്രത്യേകിച്ച് വളമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വേസ്റ്റുകളിട്ട വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാന്തരമായിട്ട് ചീര വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീട്ടിലെ ചാക്കോ അതുപോലെ അരി മേടിക്കുന്ന സഞ്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത് വാങ്ങിക്കാൻ സൗകര്യമുള്ളവരൊക്കെ ഇങ്ങനത്തുള്ള ഗ്രോ ബാഗ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ കുറേ കാലം നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ നട്ടേക്കുന്ന ചീരയും കൂടെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇവിടെ ഇപ്പോൾ ഒരു 10 ഗ്രോ ബാഗിനകത്ത് ഞാൻ നമ്മുടെ സുന്ദരി ചീര നട്ട് വെച്ചിരിക്കുക. ഇന്നലെ അങ്ങോട്ട് വൈകുന്നേരം നട്ടതേ ഉള്ളൂ. അങ്ങോട്ടൊരു 10 എണ്ണത്തിനകത്ത് നട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒരു 10 സഞ്ചിയാണെങ്കിലും ഏതാണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഗ്രോ ബാഗൊന്നും വാങ്ങിക്കണമെന്ന് പറ്റത്തൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് നടാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്ക് നമ്മളങ്ങനെ കൈ കൊണ്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും, ചടേന്ന് അങ്ങ് വളർന്നു വന്നോളാം. നമ്മളൊന്ന് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇന്നലെ അങ്ങോട്ട് നട്ടതേ ഉള്ളൂ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ പറിച്ച് നടാനായിട്ട് ഇങ്ങനെ പരുവായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതും ഞാനൊരു 5-6 ഗ്രോ ബാഗിനകത്ത് ഇങ്ങനെ പറിച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നടുമ്പോഴും ഒരു സ്വല്പം സൂഡോമോണസ് എടുത്തിട്ട് കലക്കി ഒഴിക്കുക. ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോഴും വീണ്ടും അതേപോലെ ഒഴിക്കാമെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് വലിയ കേട് അതൊന്നും ഇല്ലാതെ കിളിച്ച് വരും. ഇപ്പോൾ ഇതൊക്കെ ഇന്നലെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 1-2 തക്കാളി വഴുതന നട്ടിട്ടുണ്ട്. തക്കാളി വഴുതനയൊക്കെ നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഞാനിത്ര അങ്ങ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നടണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ നടുക. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്. ഒരു 5-6 ചട്ടിക്കകത്ത് വെണ്ടയ്ക്ക കുറച്ചൊക്കെ ഇങ്ങനെ വീണൊക്കെ പോകാറുണ്ട്, അതിൻ്റെ ഇലയൊക്കെ വാടി പോകാറുണ്ട്. അപ്പോൾ എന്തുവേണമെന്ന് അറിയാമോ, അതിനകത്തോട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ തളിക്കുകയെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇതേപോലെ ഇലയങ്ങ് വാടി അങ്ങ് പോകും. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് നിവർന്ന് നിൽക്കുന്നതാണ് ഇതിപ്പോൾ. അപ്പോൾ അങ്ങനെ രോഗമുള്ളതിനെയൊക്കെ നമ്മളങ്ങ് ഉള്ളി മാറ്റി വെക്കുക. അപ്പം ചെറുതായിട്ട് കണ്ട് കണ്ടോ പൂ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അപ്പം പൂവിനെ ഒന്നും ഉള്ളി കളയുന്നൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ വളമൊക്കെ കൊടുത്ത് മണ്ണുമൊക്കെ ചെറുതായിട്ട് അടുപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അടുത്തടുത്ത് വരുന്ന വെണ്ടയ്ക്കൊക്കെ വലുതായിക്കോളും. അപ്പോൾ ഇവിടെ ഇങ്ങനെയും ഒരു ലൈനിൽ സൽകീർത്തി വെണ്ടയാണ് നട്ടിരിക്കുന്നത്. അതും വലിയ കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട്. അധിക ദിവസമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ആയതേ ഉള്ളൂ. ഇതിപ്പോൾ ഡയറക്റ്റ് ഞാൻ വിത്ത് ഗ്രോ ബാഗിൽ തന്നെ ഇട്ടിട്ട് കിളിപ്പിച്ചെടുത്തതാണ്. തൈ പറിച്ച് നട്ടയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം ഇതേപോലെ വാട്ടം വരുവാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി കഞ്ഞിവെള്ളത്തിനകത്ത് 2-3 വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ച് അതിൻ്റെ ചാറ് അതിൻ്റെ ആ വെള്ളം ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട്
സമൂലം ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടയെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് പാലക് ചീര പറിച്ച് നട്ടേക്കുന്നതാണ്. തല 3 വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം വളർന്ന് വരുന്നതിനെയൊക്കെ മാറ്റി നടുക. അങ്ങനെ മാറ്റി നട്ടതാണ് ഈ ഇരിക്കുന്നത്. ഇനിയും നടാനായിട്ട് നിൽക്കുകയാണ്. അതെല്ലാം ഇനി മാറ്റി നടണം. തൊട്ടപ്പുറത്തോട്ട് നമ്മുടെ കുറ്റി ബീൻസാണ് വളർന്നു വരുന്നത്. സാമ്പാറിനകത്തിടുന്ന അമരമുണ്ടല്ലോ, കൊത്തമര, ഇഷ്ടം പോലെ അമരയ്ക്ക് പിടിക്കുന്ന ഒരു ഇനമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വിത്തുകൾ വന്നപ്പോൾ ഒന്ന് പാകി വെച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. അതിൽ കിളിച്ചില്ല എന്നൊന്നും ആരും പരാതി പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ നല്ല ആരോഗ്യത്തോടാണ് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ ഞാൻ മണ്ണൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മണ്ണ് കണ്ടോ, നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും കണ്ടോ. ഇങ്ങനെ ഇരിക്കും മണ്ണ്. നമ്മൾ ജൈവ സ്ലറിയും ചാണകപ്പൊടിയും നമ്മുടെ കോഴിവള, ആട്ടിൻകാഷ്ടം ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊടിഞ്ഞ് കിടക്കുക. നമ്മൾ കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണായത്. അത് തട്ടിയിട്ടിട്ട് വീണ്ടും ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കുമ്മായം ഇട്ട് കൊടുക്കണമെന്നില്ല. സ്വല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കത് നട്ടു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒരു കുഴി എടുത്തിട്ട് അതിനകത്തോട്ട് 2 തൈയാണ് നട്ടിരിക്കുന്നത്. ഒന്ന് ഉറപ്പിച്ച് കൈ കൊണ്ടങ്ങ് കൊടുക്കുക. ഇങ്ങനെ അങ്ങ് വളർന്നു വന്നോളും. പിന്നെ ഇതിനകത്തിന് നമ്മൾ 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി സൂഡോമോണസ് എടുത്തിട്ട് കലക്കി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വേരങ്ങ് പിടിച്ചോളും. കണ്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം നട്ടിട്ടുണ്ട്. ഇനി ബാക്കി നിൽക്കുന്നതും ഇതേപോലെ നടണം. എല്ലാം ഇനിയും ഇതേപോലെ നട്ടുപിടിക്കണം. കുറേ ഗ്രോ ബാഗ് കണ്ടോ അവിടെ ഒഴിഞ്ഞ് കിടപ്പുണ്ട് കണ്ടോ. പഴയത് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇനി അതിനെല്ലാം ഒരുക്കിയിട്ട് വേണം ഇനി ഇതേപോലെ ഓരോ തൈകളും നടാനായിട്ട്. ഇഷ്ടംപോലെ തൈകളിരിക്കുക. അതിനെല്ലാം ഇനി മാറ്റി നടണം. നമ്മുടെ സ്വന്തം പറമ്പിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൃഷി ചെയ്താലുണ്ടല്ലോ, വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ പച്ചക്കറി കൊലയാണിത് കണ്ടില്ലേ, മലക്കറിക്കായ. അപ്പോൾ നല്ലതുപോലെ വിളഞ്ഞിങ്ങനെ വരികയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ അതിൽ നിന്ന് വിളവൊക്കെ എടുക്കാറുണ്ട്. നമുക്ക് അവിയൽ വയ്ക്കാനോ തോരൻ വയ്ക്കാനോ മെഴുക്ക് പുരട്ടാനും ഒക്കെ ഞാനിതിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഉള്ള കറിക്ക് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇത്. അവിയലോ തോരനോ മെഴുക്ക് പുരട്ടി എന്തെങ്കിലുമൊക്കെ വയ്ക്കാമല്ലോ. ഇതെൻ്റെ ഒരു ചെറിയ പപ്പായ ട്രീ ആണ്. അപ്പോൾ അതിനകത്തും നമുക്ക് ആവശ്യത്തിനുള്ള പപ്പായ കിട്ടുന്നുണ്ട്. കുറേ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടംപോലെ തൈകൾ പിടിച്ച് വന്നോളും. അത് പിടിക്കും. അത് പിന്നെ കുറച്ചൊക്കെ അണ്ണാന് കിളികളൊക്കെ കഴിച്ചിട്ട് പോകും. അപ്പോൾ ഇതൊരു പപ്പായയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനമില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാനും സിറ്റിയിലോട്ടൊക്കെ താമസിക്കുന്നവർക്ക് നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്നതാണല്ലോ. അപ്പം ഒരു ഡ്രമ്മിനകത്തെങ്കിലും ഇതൊക്കെ നടുവാന്നുണ്ടെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാം, കറി വയ്ക്കാം, അച്ചാറിടാം, മെഴുക്ക് പുരട്ടാം, അങ്ങനെ പല സംഗതികൾക്ക് അവിയലിനകത്തും ഒക്കെ ഇടാം. നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പപ്പായ ട്രീ ഒക്കെ എല്ലാവരും നട്ട് പിടിപ്പിക്കണം. എൻ്റെ ക്യാബേജും ഇപ്പം നന്നായിട്ട് നല്ല പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചത്ര വലിപ്പമൊന്നും ആയിട്ടില്ല. എന്നാലും ഇത്രയെങ്കിലും ഈ ചൂട് സമയത്ത് കിട്ടുന്ന തന്നെ ഒരു വലിയ കാര്യം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പം ദിവസവും നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പയർ നടുന്നതിൻ്റെ 1ഉം 2ഉം ലെസൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത 3ാമത്തെ ലെസൺ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ 3ാമത്തെ ആയിരിക്കും. അപ്പം 1ഉം 2ഉം കണ്ടിട്ട് വേണം 3ാമത്തെ കാണാനായിട്ട്. അപ്പോൾ 1ഉം 2ഉം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു എഗ് അമിനോ ആസിഡ് 2 രീതിയിലുണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ലൈക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാണെന്ന് തോന്നുന്നു. ലൈക്കുകളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. അപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യുക. സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് നല്ല പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടൂടെ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.